Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി മുഖം നന്നായിട്ട് കഴുകി വന്നിരിക്കുകയാണ്. ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അലോവേറ ജെല്ലാണ്. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ അലോവേറ ജെല്ലാണ്. ഇത് കണ്ണിൻ്റെ ഭാഗം ഒഴിച്ച് ഞാൻ ബാക്കി എല്ലാവരെയും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേഷ്യൽ റേസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമുക്ക് ആമസോണിലൊക്കെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അത് എടുക്കുക, അതിൻ്റെ ക്യാപ്പുണ്ട്, അത് റിമൂവ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ ഷേവ് ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്, ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സിറോണ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് സ്പോൺസർഡ് വീഡിയോ അല്ല, എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബ്രാൻഡാണ്, അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ കഷ്ണം മുറിക്കുന്ന മാതിരി, വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന മാതിരി നമ്മൾ ഈ കത്തി പിടിക്കരുത്, നമുക്ക് കട്ട് വരും. ജസ്റ്റ് ഒരു ചരിച്ചിട്ട് വേണം പിടിക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുന്ന സമയത്തും ഒറ്റ ട്രിപ്പിന് നമ്മൾ വടിച്ചെടുക്കരുത്. ചെറിയ ചെറിയ വീതി കവർ ചെയ്യാൻ, ചെറിയ ചെറിയ സ്റ്റോക്സ് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾ കാണുന്നുണ്ടാവും. ചെറിയ ചെറിയ സ്റ്റോക്സ് ആയിട്ട് വടിച്ചെടുക്കുകയാണോ നല്ലത്. പിന്നെ കൃതാവ് കട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കൃതാവ് കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ മുമ്പ് കട്ട് ചെയ്തിരുന്നു, ഇപ്പം എനിക്ക് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫേഷ്യൽ ഹെയർ മാത്രമേ റിമൂവ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് നെറ്റിയുടെ ഭാഗം എക്സ്ട്രാ ഹെയർസ് മാത്രമേ ഞാൻ റിമൂവ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഷേപ്പ് ചെയ്യുന്നില്ല ഐബ്രോസ്. ഓക്കെ, അപ്പം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്റ്റീവ് പിമ്പിൾസ്, കാക്കാപ്പുളി, അരിമ്പാറ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് അടുപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്ക് നല്ല വേദനയായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചരിച്ച് പിടിക്കുക, ചെറിയ ചെറിയ സ്റ്റോക്സ് ആയിട്ട് ചെയ്യുക. പിമ്പിൾസ്, കാക്കാപ്പുളിയൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന മാത്രമല്ല, ഇത് ചെയ്യുന്നതിൻ്റെ വേറൊരു ഗുണം കൂടിയുണ്ട്. നമുക്ക് മുഖത്തുള്ള ഡെഡ് സ്കിൻസ് പോകാനും, പീച്ച് ഫസ് പോകാനും, എനിക്ക് തോന്നി വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ പിഗ്മെൻറ്റേഷൻ പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്. പിന്നെ മൂക്കിൻ്റെ ഭാഗത്തും ഞാനിത് അധികം ഓടിക്കാറില്ല, കാരണം കുറേ പ്രാവശ്യം കട്ട് വീണിട്ടുണ്ട്. അപ്പം മൂക്കിൻ്റെ അവിടെ ഞാൻ അവിടെ ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ നോക്കാറില്ല. പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, നെറ്റിയുടെ അവിടെ ഞാൻ ഐബ്രോസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ എക്സ്ട്രാ ഹെയർസ് മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ, അതിൻ്റെ അറ്റത്ത് പോലും ഞാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ മേലത്തെ ഹെയർ ലൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരേപോലെ വല്ല കഷണ്ടിയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മാറ്റി ഒരേപോലെ ഒരേ ലൈനിലാക്കി എടുക്കാം. ഞാനത് മുമ്പ് ചെയ്തിരുന്നു, ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല, ഞാനിപ്പോൾ അങ്ങനെ തന്നെ വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് അത് ഷേവ് ചെയ്ത് ഒരേ ലൈനിൽ ചെയ്യാം. ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്ത് മാതിരിയും ഓരോരുത്തരുടെ ഇഷ്ടം ആണ്. ഞാൻ മാക്സിമം മാസത്തിലൊരിക്കൽ എങ്ങനെ പോയാലും ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ വീക്ക്ലി ട്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിന് അത്ര എൻ്റെ കൺസിസ്റ്റൻസി കുറവാണ്. ഞാൻ ചുണ്ടിൻ്റെ അവിടെ ചെയ്യുന്ന സമയത്ത് ഒന്ന് കടിച്ചു പിടിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഷേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഹെയർ ഗ്രോത്ത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഷേവ് ചെയ്യുന്നതാണ് നല്ലത്. ഒരിക്കലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകരുത്. ഞാൻ ആകെ ചുണ്ടിൻ്റെ അവിടെ മാത്രം ഞാനൊരു ക്രിസ് ക്രോസ് രീതിയിൽ പോകും, കാരണം ചുണ്ടിൻ്റെ അവിടെ മീശയുടെ ഭാഗത്ത് ചെറുതായിട്ട് ആ അറ്റത്ത് ചുണ്ടിൻ്റെ അവിടെ 2-3 രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉള്ള പോലെ തോന്നി, അതുകൊണ്ട് നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. കണ്ണിൻ്റെ അവിടെയും നമ്മൾ ഈ ഒരു റേസർ കൊണ്ടുപോകരുത്. റേസർ ഒരു 4-5 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളയുകയാണ് നല്ലത്, കാരണം ഇത് സ്റ്റീലാണ്, അപ്പോൾ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ത്രോ ചെയ്തിട്ട് പുതിയൊരു ഫേഷ്യൽ റേസറാണ് എടുക്കുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഡിസ്ഇൻഫെക്റ്റൻറ്റ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും, എന്തെങ്കിലും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ക്യാപ്പിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, പിന്നെ ജസ്റ്റ് ഞാൻ എൻ്റെ കൂട്ടുപിരികം ഞാൻ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്തെടുക്കുന്നുണ്ട്. മൂക്കിൻ്റെ ഭാഗം നിങ്ങൾ ചെയ്യുന്ന കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അത്ര ഹാർഷായിട്ട് ടൈറ്റായിട്ടൊന്നും പിടിക്കരുത്, കട്ട് വീഴും. ശ്രദ്ധിക്കണം. 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, നന്നായിട്ടൊന്ന് മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രിജനയുടെ വാട്ടർ ജെൽ മോയ്സ്ചറൈസറാണ്. ഞാൻ എന്നും യൂസ് ചെയ്യുന്നത് ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ഇതാണ്. നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീൻ വെച്ച് ഫിനിഷ് ചെയ്യാം. ഞാൻ ഈ സമയത്ത് ആക്റ്റീവ്സ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല, ചിലപ്പോൾ മുഖം എരിയും, അതുകൊണ്ടാണ്.
സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.